So in the audio launch ചെയ്യുന്നത് ആരതി പൊടിയാണ്. So welcome her to do the audio launch of the movie ഒരു smartphone പ്രണയം. I welcome director sir and all others to join. Thank you. Thank you, Arathi Pudi. Thank you, sir. Thank you, all other team members, actors. വർക്കിനെ കുറിച്ചൊരു രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ഡയറക്ടർ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. പലരും ചിലപ്പോൾ ചിന്തിച്ചിരിക്കും ഇത് എന്താണ് ഇതിന്റെ ബഹുജന കഥ പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പെറുക്കിയെടുത്ത് കോർത്തിണക്കി ചായം പുരട്ടി മനോഹരമായി നിർമ്മിച്ച ഒരു ക്രിയേഷനാണ് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. സ്മാർട്ട് ഫോണാണ്. രണ്ടുപേർ സ്മാർട്ട് ഫോൺ ചാറ്റ് ചെയ്ത് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. അതോടൊപ്പം ഇവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫാമിലി പീസ്ഫുള്ളായി ജീവിച്ചിരിക്കുന്ന അടുത്തൊരു ഫാമിലി ഒരു കപ്പിളിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്തു ആണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ പിക്ചറാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ സസ്പെൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ കുടുംബസമേതം പോയി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് നല്ല സിനിമ, നല്ല ഒഴുക്കുള്ള ഒരു സിനിമയായിരിക്കും എല്ലാവർക്കും. ഇതിൽ 4 പാട്ടുകളുണ്ട്. 2 മലയാളം പാട്ടുകൾ, ഒരു പാട്ട് ഇംഗ്ലീഷ് ഫുൾ, മറ്റേത് ഇംഗ്ലീഷ് മലയാളം മിക്സ്. ചില വരികളിവിടെ പ്ലേ ചെയ്യുന്ന അതിൽ പാടിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ, ശ്രീകാന്ത് ഹരിഹരൻ, ആരതി പൊടി, മൃദുല വാര്യർ, പിന്നെ അമേരിക്കയിൽ നിന്നുള്ള നീന മാർട്ടിനസ്, അസിൻ ഫഹീം. അവരൊന്ന് വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെ വരാൻ. അവർക്ക് വിസ കിട്ടിയില്ല, അതുകൊണ്ട് അവരെത്തിയില്ല. സോ ഞാൻ ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അതിന് ആൻസർ പറയാം. ആർക്കും അവരോട് എക്സ്പീരിയൻസ് ഉണ്ടാവും, അവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. Experience working with the team. So a few words, please. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ ഒരു സോങ് പാടുന്നത്. ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ്. പിന്നെ ചാൾസ് സാറാണ് ഇതിൻ്റെ മൂവിയുടെ ഡയറക്ഷൻ. സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കണ്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതിൽ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടി എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്, ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല. പാടാൻ ഇഷ്ടമാണ്, പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത്. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വിനീത് ശ്രീനിവാസൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ നമുക്കൊരു ഭയങ്കര കംഫർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച്.
Thank you, Aravi. Thanks a lot. Now let's listen what our hero has to say about his experience in the work. Hemant, please. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ഞാനൊരു ഹീറോ അല്ല, ഞാനൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് പറഞ്ഞൊരു അപ്പിയറൻസ് ചെയ്തിട്ടുള്ളത്. കാരണം മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റാർ സാർ കഥ പറഞ്ഞപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു അവസാനം വന്ന് എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ത്രൂ ഔട്ടുണ്ട്, പക്ഷേ എൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. അവസാനം വന്ന് കൈയടി വാങ്ങി പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു പാട്ടുണ്ട്, ഇപ്പോൾ ആരാധ്യം വിനീത് ശ്രീനിവാസനും പാടുന്ന പാട്ടിൽ ഞാൻ അഭിനയിക്കുന്നത്. കൂടെ നയന പ്രസാദാണ്, എത്തിയിട്ടുള്ള പുള്ളിക്കാരി. അപ്പോൾ ചാൾ സാർ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു ആവാശപ്പെട്ട സിനിമയില്ല, പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഒത്തിണക്കിക്കൊണ്ടൊരു ഇൻട്രസ്റ്റിംഗ് വാച്ചായിരിക്കും സിനിമ. അപ്പോൾ എല്ലാവരുടെ സിനിമ കാണുക. സാർ ഒരു US നിന്ന് ഡയറക്ഷൻ പഠിച്ചു വന്ന് മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സും ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഹോപ്പ്ഫുള്ളി. അപ്പോൾ എന്തായാലും ആർക്കും ബിഗ് താങ്ക്സ്. കാരണം പുള്ളിക്കാരുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആസ് എ സിംഗർ. ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട്, നല്ല പാട്ടാണ്, ഇന്ന് കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. So all the best for Arati also. Thank you for being here. എല്ലാവർക്കും ഒരുപാട് നന്ദി. Thank you so much. Thank you, Hemant. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എന്നെ ചാൾ സാറെ കോൺടാക്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ സാർ ഇങ്ങനെ 2 സോങ് ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്ടേഴ്സായിട്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായിരിക്കും, പക്ഷേ പുള്ളി പുറത്തായിരുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും നമ്മൾ ഫോണിലൂടെയാണ് കൂടുതൽ കോൺടാക്ട് ചെയ്യുക. വളരെ എനിക്ക് തോന്നുന്നു സാറിന് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, സെക്കൻഡ് ടൈം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തായിരിക്കും ലിറിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്തത്. അതെനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ ഇതിൽ 2 പാട്ടുകളാണ് ഉള്ളത്. ഒന്ന് ചേച്ചി, ആരതി ചേച്ചി. അപ്പം നമ്മുടെ നോർമലി നമ്മളൊരു പാട്ട് ചെയ്യും, നമ്മൾ ആ പാട്ട് ആര് പാടിയാൽ നന്നായിരിക്കും നമ്മളെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം സാർ എന്നോട് പറഞ്ഞ പ്രശ്നം, നമുക്ക് ഒരു നോർമൽ സിംഗർ അല്ല, നമുക്ക് പാടാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വോയിസ്, അതായത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വോയിസ് വേണം. അപ്പം ഞങ്ങൾ അങ്ങനെ 2-3 പേരെ ലിസ്റ്റ് ചെയ്തായിരുന്നു. ആ സമയത്താണ് ചേച്ചിയുടെ ഒരു സോങ് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായത്. അങ്ങനെയാണ് ലാസ്റ്റ് സാറ് പറഞ്ഞു നമുക്ക് ചേച്ചിയെ ഫിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ ചേച്ചിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ അത് പോസിബിൾ ആവില്ല, ഞാൻ അങ്ങനെ ഭയങ്കര സിംഗറൊന്നും അല്ല. ചേച്ചി നോയാണ് പറഞ്ഞത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ ട്രാക്ക് അയച്ചു, ചേച്ചി വന്നു, അടിപൊളിയായിട്ട് പാടി. ഇപ്പോൾ പാട്ട് ഫിനിഷായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സെക്കൻഡ് സോങ് ആ ഡ്യുവറ്റാണത്, വിനീതേട്ടനാണ് പാടിക്കുന്നത്. പിന്നെ ഒരു പാട്ട് പാടിക്കുന്നത് ശ്രീകാന്ത് ഹരിഹരനും മൃദുല ചേച്ചിയാണ്. അപ്പോൾ മൃദുല ചേച്ചി ഇന്ന് ചെറിയ ഹെൽത്ത് ഇഷ്യൂകളാണ് ഇന്ന് എത്താൻ പറ്റാത്തത്. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലിറിക്സ്, പിന്നെ എനിക്ക് ഇതിൽ അവസരം തന്നതിന് സാറിന് ഒരുപാട് താങ്ക് യു. പിന്നെ എൻ്റെ ടീമുണ്ട്, എൻ്റെ പ്രോഗ്രാമർ ശ്രീരാഗ്, എൻ്റെ സോങ്സ് മിസ് ചെയ്യുന്ന സുരേഷ് ഏട്ടൻ. അപ്പോൾ ഒരു സോങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിലല്ല. അത് ലിറിക്സ്, മ്യൂസിക്, സിംഗർ, പ്രോഗ്രാം, മിക്സ്, മാസ്റ്റർ തൊട്ട് സൗണ്ട് എഞ്ചിനീയർ തൊട്ട് എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കാണ് ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പം അവസാനം ഒരു ക്രെഡിറ്റ് വരുമ്പോൾ ഇപ്പം പ്രശാന്ത് മ്യൂസിക് ചെയ്ത പാട്ട് അല്ലെങ്കിൽ ഇന്നയാൾ പാടിയ പാട്ട് എന്നതിനപ്പുറം എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും സുരേഷ് ഏട്ടൻ, ശ്രീരാഗ്. അപ്പോൾ അതോടൊപ്പം ഇവിടെ വന്ന എല്ലാവർക്കും, ഇതിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് മാം, ചാൾ സാർ, ഹേമന്തേട്ടൻ, ആരതി ചേച്ചി, മറ്റു ഞാനായിരിക്കും പേര് പറയാൻ പറ്റുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മ്യൂസിക് ചെയ്യുന്ന മൂവിയുടെ ഡയറക്ടർ കല്ലാമൂലം എന്നൊരു മൂവി ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡയറക്ടർ ശ്യാമേട്ടൻ. അപ്പോൾ ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഈ പാട്ട് ഇറങ്ങുമ്പോൾ അനു ചേച്ചി, ഈ പാട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അറിയിക്കുക. താങ്ക് യു. നമസ്കാരം. ഇതിൻ്റെ ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന മൂവിയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ. പിന്നെ അതേപോലെ ഇതിലൊരു ചാൻസ് തന്ന ചാൾ സാർ, പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഷ്യൽ റോസ്. സോ എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞതുപോലെ ഒരു 4 വളരെ ഇഷ്ടപ്പെടുന്ന 4 സോങ് ഉണ്ട്. അതിനകത്ത് ആരതിപ്പൊടി പാടിയ ഒരു സോങ്ങിൻ്റെ ഫസ്റ്റ് കുറച്ച് സ്റ്റാൻസേ കേട്ടിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. ഫസ്റ്റ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഒരു സോങ് ഫീൽ തരുന്ന ഒരു മൂവിയാണ് അത്. പിന്നെ അതിൻ്റെ ബിഹൈൻഡിൽ ആക്ട് ചെയ്തേക്കുന്ന ഹേമന്തും അതേപോലെ തന്നെ നയനയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു ഹാർട്ട് ഫെൽറ്റ് ടച്ചുള്ള ഒരു സസ്പെൻസ് ത്രില്ലറായ ഒരു സബ്ജക്റ്റാണ്.
എനിവേ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇതെൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് പ്രസൻസ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അശ്വതി പ്ലീസ്. അശ്വതി അശോക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാൻ പറ്റിയതിൽ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഇങ്ങനെ ഇത്രയും മീഡിയ അറ്റൻഷൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഈ മൂവീനെ പറ്റി പറയാനാണെങ്കിൽ ഇതിലൊരു ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഡയറക്ടർ ചാൾസ് സർ, എന്താ പറയുക, ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എന്താ പറയുക, എന്താ പറയാന്നറിയില്ല, പേടിച്ചിട്ട്. പിന്നെന്താ, DOP ഷാഹു പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു അശോക്. ഞാനത് പറഞ്ഞപ്പോഴാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും സാറ് പുറത്തായതുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഷാഹുവേട്ടനാണ്. ഞാൻ ഓർത്ത് വെച്ചിരുന്ന പക്ഷെ വിട്ടുപോയി. ഷാഹുവേട്ടൻ താങ്ക് യു.